Good afternoon, all of you, and welcome to the world of statistics. ഇന്നത്തെ വീഡിയോയിൽ പ്രോബബിലിറ്റി തിയറിയുടെ ബാലൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. പ്രോബബിലിറ്റി തിയറിയുടെ ടെർമിനോളജീസ്, ബേസിക് ആയിട്ടുള്ള എലിമെന്ററി കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതൊക്കെ അറിയാവുന്ന ആൾക്കാർ ആ വീഡിയോ കണ്ട് സമയം കളയണം എന്നില്ല. ഇനി പ്രോബബിലിറ്റി കുറച്ച് ബേസിൽ നിന്നൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നുള്ളവർക്ക് ആ വീഡിയോ നോക്കാം. ഓക്കെ, ദെൻ ഇനി നമ്മള് കുറച്ച് ഭയങ്കര വലിയ പ്രോബ്ലംസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതല്ല, കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, അതാണ് നമ്മളിപ്പോ നോക്കുന്നത്. ഇപ്പൊ തന്നെ ഈ 3 ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കാർഡിന്റെ പ്രോബ്ലം ആണ്, രണ്ട് ഒരു റൗണ്ട് ടേബിളിന്റെ പേഴ്സൺസിന്റെ എണ്ണം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, മറ്റേത് ലീപ് ഇയറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ക്വസ്റ്റ്യൻ നോക്കിയാലും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ എന്താണ്? പ്രോബബിലിറ്റി ഈസ് എ മെഷർ ഓഫ് ചാൻസ് ഓഫ് ഹാപ്പനിങ് സംതിങ്, അല്ലെ? എന്തെങ്കിലും ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ് ആണ്, അതിന്റെ ഒരു മെഷർ ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ എപ്പോഴും പ്രോബബിലിറ്റി പഠിച്ചു വെക്കുമ്പോൾ ഫേവറബിൾ ബൈ ടോട്ടൽ അങ്ങനെയാണ് പഠിച്ചു വെക്കുക. പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? പ്രോബബിലിറ്റി ഈസ് എ മെഷർ ഓഫ് ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓഫ് an uncertain event. ഒരു certain event ആണെങ്കിൽ നമുക്ക് അതിനൊരു പ്രോബബിലിറ്റി, അത് ഷുവർ പ്രോബബിലിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു അൺസർട്ടൈൻ ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസിന്റെ മെഷർ ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് നോക്കാം. സോ ഇവിടെ നമ്മൾ 3 ഡെഫിനിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദ ക്ലാസിക്കൽ ഡെഫിനിഷൻ. ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പഠിച്ചു വെക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്, the whole divided by total number of outcomes in that experiment. ശരിയല്ലേ? ഇനി ക്ലാസിക്കൽ ഡെഫിനിഷൻ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസിന്റെ ഒക്കെ പ്രത്യേകത എന്തായിരിക്കണം? ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ദ ഔട്ട്കംസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ദ ഔട്ട്കംസ് ആർ എക്സ്ഹോസ്റ്റീവ്, ദ ഔട്ട്കംസ് ആർ ഈക്വലി ലൈക്ലി. ഇത് മൂന്നുമായിട്ടുള്ള നമ്പർ ഓഫ് ഔട്ട്കംസിനാണ് നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഡെഫിനിഷൻ എന്താണ്? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, ഇനി ഈ ക്ലാസിക്കൽ ഡെഫിനിഷന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിരിക്കും. ശരിയല്ലേ? പ്രോബബിലിറ്റി ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിരിക്കും. ഇറ്റ്സ് എ റിലേറ്റീവ് മെഷർ, ഒരു റിലേറ്റീവ് മെഷർ ആണ് പ്രോബബിലിറ്റി. 3, ആ മൂന്നാമത്തെ പോയിന്റ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി. അതായത് ഏതാണോ വലിയ സെറ്റ് അതിന്റെ പ്രോബബിലിറ്റി ആയിരിക്കും കൂടുതലാണ്. ഇനി തിരിച്ചാണെങ്കിലോ, ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ പി ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ. പി ഓഫ് എ, പി ഓഫ് ബി എന്നൊക്കെ പറയുന്നത് ആർ ദ പ്രോബബിലിറ്റീസ്. Then P of A complement. What is a complement? A complement is the complement of an event. That means, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇവന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആ ഇവന്റിൽ ഇല്ലാത്തതും എന്നാൽ ദ ഹോൾ സാമ്പിൾ സ്പേസിൽ ഉള്ളതുമായിരിക്കും. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക, ആ ഇവന്റിൽ ഇല്ലാത്തത്, ദാറ്റ് ഇസ് എ കോംപ്ലിമെന്റ്. സോ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1 minus probability of A. 1 minus probability of A. ഇത് മാത്രമല്ല, ഒരുപാട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസ് ഉണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിൽ ഉണ്ടാവും. ഇപ്പൊ തൽക്കാലം ഇത്ര ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇതാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ. ഇനി ക്ലാസിക്കൽ ഡെഫിനിഷൻസിന്റെ ഒരു ഡീമെറിറ്റ്, അതിങ്ങനെ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ക്ലാസിക്കൽ ഡെഫിനിഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് എപ്പോഴാണ്, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യാത്തത് എപ്പോഴാണ്? ഒന്ന്, നമുക്ക് എല്ലാ ഔട്ട്കംസും ഈക്വലി ലൈക്ലി ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ചില എക്സ്പെരിമെന്റിലൊക്കെ, ചില റാൻഡം എക്സ്പെരിമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ചിലയിടത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈക്വലി ലൈക്ലി ആവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ടോട്ടൽ നമ്പർ
ഓഫ് ഔട്ട്കംസ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ, ബിക്കോസ് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷനിൽ ഡിനോമിനേറ്ററിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ് ഉള്ളത്. അപ്പൊ അത് ഇൻഫൈനൈറ്റ് ആവുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് ഡിമെറിറ്റ്സ് ഒക്കെ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയുമാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് വോൺ മൈസസ് ഡെഫിനിഷൻ അല്ലെങ്കിൽ എംപിരിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡെഫിനിഷൻ. എന്താണ് എംപിരിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡെഫിനിഷൻ അല്ലെങ്കിൽ വോൺ മൈസസ് ഡെഫിനിഷൻ? The probability of an event is the limit of its relative frequency in a large number of trials under repeatable identical conditions. അതായത് നമ്മളൊരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്ത് അത് ഒരേ ഹോമജനസ് ആയിട്ട് വളരെ സിമിലർ കണ്ടീഷനിൽ നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ the limiting value of the ratio of the number of times that particular event happens, എന്തെങ്കിലും ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി ആയിരിക്കുമല്ലോ നമ്മൾ പറയുന്നുണ്ടാവുക, ആ പെർട്ടിക്കുലർ ഇവന്റ് ഹാപ്പൻ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ടൈംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. അതിന്റെ ലിമിറ്റ് ആണ് നമ്മൾ വോൺ മൈസസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത്രയൊന്നും ഓർത്തു വെച്ചില്ലെങ്കിലും പി ഓഫ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി m ബൈ n. അതിൽ m എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഇവന്റിന്റെ ഹാപ്പനിങ് ടൈം, n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ്. ഓക്കെ, പിന്നെ അതിനും കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഒരു ചില എക്സ്പെരിമെന്റുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ വോൺ മൈസസ് ഡെഫിനിഷൻ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പാസ്റ്റ് ഒബ്സർവേഷൻസ് എത്രത്തോളം കറക്റ്റ് ആണോ അപ്പൊ പ്രഡിക്ഷൻ വളരെ നല്ലതായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വോൺ മൈസസ് ഡെഫിനിഷനെ പറ്റി പറയുന്നത്. പക്ഷെ ഒരു എക്സ്പെരിമെന്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ഡിഫിക്കൽട്ട്. അപ്പൊ അതാണ് വോൺ മൈസസ് ഡെഫിനിഷൻ. ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം. Then last definition is axiomatic definition. If P of A is a probability function defined on a sigma field of events, if the following axioms hold. അതായത് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കുന്ന പോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അതായത് 3 ആക്സിയംസ് പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ പ്രോബബിലിറ്റിയെ ഒരു മെഷർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ ആണ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോബബിലിറ്റി ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. സോ നമുക്കറിയാം, മാത്തമാറ്റിക്കലി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷന് ഒരു ഡൊമൈൻ ഉണ്ടാവും, പെർട്ടിക്കുലർലി ഒരു റേഞ്ച് ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ പ്രോബബിലിറ്റിക്ക് ഒരു ഡൊമൈനും റേഞ്ചും ഉണ്ടെന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ. അങ്ങനെ പറയുമ്പോൾ ഇവിടെ പ്രോബബിലിറ്റിയുടെ ഡൊമൈനും റേഞ്ചും എന്താണ്? ഡൊമൈൻ, ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് ആണ് അല്ലെ. അതെപ്പോഴും സാമ്പിൾ സ്പേസ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറയുമ്പോൾ ഈ ഹെഡ് എവിടെ ഉള്ളതാണ്? സാമ്പിൾ സ്പേസിൽ ഉള്ളതാണ്. അതാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഇൻപുട്ട്. സോ ഡൊമൈൻ എപ്പോഴും സാമ്പിൾ സ്പേസ് ആയിരിക്കും. റേഞ്ചോ, പ്രോബബിലിറ്റിയുടെ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 0-1. എപ്പോഴും പ്രോബബിലിറ്റി ഒരു ക്ലോസ്ഡ് ഇന്റർവൽ 0-1 കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇത് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്. ഇപ്പൊ കുറച്ചൊക്കെ മാത്തമാറ്റിക്സ് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നുണ്ടാവുമല്ലോ ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിലറിയാം. സോ ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആയിട്ട് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണിത്. 3 ആക്സിയംസ് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന്, ആക്സിയം ഓഫ് നോൺ നെഗറ്റിവിറ്റി, അതായത് പ്രോബബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് വരില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ഓൾവൈസ്. 2, ആക്സിയം ഓഫ് സെർട്ടൈനിറ്റി, അതായത് ദ ഓവറോൾ സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. 3, ആക്സിയം ഓഫ് അഡിറ്റിവിറ്റി. ഈ ആക്സിയം ഓഫ് അഡിറ്റിവിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ n ഇവന്റുകളെ എടുക്കുന്നു, A1 A2 എക്സെട്ര AN ഇവന്റുകളെ എടുക്കുന്നു. ഈ ഇവന്റുകളുടെ പ്രത്യേകത ദേ മസ്റ്റ് ബി ഡിസ്ജോയിന്റ്, അത് ഡിസ്ജോയിന്റ് ആയിരിക്കണം. അങ്ങനെ ഡിസ്ജോയിന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AN is equal to summation I equal to 1 to n probability of AI. അപ്പോ ഇവന്റുകളുടെ യൂണിയന്റെ പ്രോബബിലിറ്റി ഓഫ് ഇവന്റുകളുടെ സം ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഇവന്റുകളുടെ യൂണിയൻ സം ആയിട്ട് വരും. അത് എപ്പോ മാത്രമാണ്? when that events are disjoints. ഓക്കെ, ഇതാണ്
നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഡെഫിനിഷൻസ്. ഇനി അങ്ങോട്ട് അതായത് ഇത് ഇത്രയും നമുക്ക് ഈ 3 ഡെഫിനിഷൻസ് നമുക്ക് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു സ്കില്ലാവും. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ ഭയങ്കര ഡെപ്തിലൊന്നും നോക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇക്വേഷൻസും ആക്സിയംസും പഠിച്ചു വെക്കുക. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആക്സിയംസ് വെച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the chance that a leap year selected at random will contain 53 Sundays? What is the chance that a leap year selected at random will contain 53 Sundays? ഒരു ലീപ് ഇയറിൽ 53 സൺഡേസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നമുക്കറിയാം ഒരു ലീപ് ഇയറിൽ 366 ഡേയ്സ് ഉണ്ട്. ഒരു ലീപ് ഇയറിൽ 366 ഡേയ്സ് ഉണ്ട്, ശരിയല്ലേ? 366 ഡേയ്സ് എന്ന് പറയുമ്പോൾ 52 വീക്സ് ഉണ്ട്, 52 കംപ്ലീറ്റ് വീക്സ് ഉണ്ട്, ശരിയല്ലേ? അപ്പോ ഒരു ലീപ് ഇയർ എന്ന് പറയുമ്പോൾ 366 ഡേയ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ there are 52 കംപ്ലീറ്റ് വീക്സ് ഉണ്ട്. അപ്പൊ ഓൾറെഡി അവിടെ 52 സൺഡേസ് വന്നു. ഇനി ബാക്കി 2 ഡേയ്സ്, 52 സൺഡേസ് ഓൾറെഡി വന്നു. 52 വീക്സ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 2 ദിവസമാണ് ബാലൻസ് ഉള്ളത്, ശരിയല്ലേ? ആ 2 ദിവസം എന്തൊക്കെ കോമ്പിനേഷൻസിൽ വരാം? മൺഡേ ട്യൂസ്ഡേ ആവാം, ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, വെനസ്ഡേ തേഴ്സ്ഡേ ആവാം, തേഴ്സ്ഡേ ഫ്രൈഡേ ആവാം, ഫ്രൈഡേ സാറ്റർഡേ ആവാം, സാറ്റർഡേ സൺഡേ ആവാം, സൺഡേ മൺഡേ ആവാം, ശരിയല്ലേ? നമുക്ക് വേണ്ടത് 53 സൺഡേസ് ആണ്. 52 വീക്സിൽ 52 കംപ്ലീറ്റ് വീക്സ് വന്നപ്പോൾ 52 സൺഡേസ് വന്നു. ഇനി ഒരു സൺഡേയും കൂടെ വേണം. അതിന് 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. സോ 2/7. 2/7. ദാറ്റ് ഇസ് ദ ആൻസർ ആക്ച്വലി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ്, 2/7. ഓപ്ഷൻ സി 2/7. Second question, 4 cards are drawn at random from a pack of 52 cards. Then the probability of getting a king, a queen, a jack and an ace. ഈ കാർഡിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാർഡിന്റെ ഒരു എന്താ പറയാ ഒരു സ്കെലിട്ടൺ അറിയണം. ഒരു 52 പാക്ക് ഓഫ് കാർഡ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു പാക്ക് ഓഫ് കാർഡ് എന്ന് പറയുമ്പോൾ 52 കാർഡ്സ് ആണ്. അതില് 26 റെഡ് കാർഡ്സ് ഉണ്ട്, 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. ഇനി ഈ 26 റെഡ് കാർഡ്സിൽ 13 ഹാർട്ട് ഉണ്ട്, 13 ഡയമണ്ട് ഉണ്ട്. 26 ബ്ലാക്ക് കാർഡ്സിൽ 13 ക്ലബ് ഉണ്ട്, 13 സ്പീഡ് ഉണ്ട്, ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം, എന്നാലേ കാർഡ്സിന്റെ പ്രോബ്ലംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടോട്ടൽ 52 കാർഡ്സ്, 26 റെഡ്, 26 ബ്ലാക്ക്, 26 റെഡില് 13 ഹാർട്ട്, 13 ഡയമണ്ട്. Then next 26 black cards 13 club, 13 spade. ഇനി 13 heart അറിയാലോ, ace, 2, 3, 4, 5, 6, 7, 8, 9, 10, jack, queen, king. അങ്ങനെയാണ് എല്ലാത്തിലും വരിക. അപ്പൊ അത് പഠിച്ചു വയ്ക്കാം. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത്, നമ്മളൊരു 4 കാർഡ് സെലക്ട് ചെയ്തപ്പോ ഒന്ന് കിങ് ആയി, ഒന്ന് ക്വീൻ ആയി, ഒന്ന് ജാക്ക് ആയി, ഒന്ന് ഏസ് ആയി. സിമ്പിൾ അല്ലേ? ഒരു 13 ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതില് ഒരു ഏസും ഒരു ജാക്കും ഒരു കിങ്ങും ഒരു ക്വീനേ ഉള്ളൂ. അപ്പൊ മൊത്തവും കൂടെ 4 കിങ്, 4 ജാക്ക്, 4 ഏസ്, 4 ക്വീന്. അപ്പോ ഫേവറബിൾ ഔട്ട്കംസ് എന്ത് വരും? 4C1 and 4C1 and 4C1 and 4C1. അപ്പോ 256 ബൈ, ഇനി ടോട്ടൽ നമ്പർ ഓഫ്, അതായത് മൊത്തം 52 കാർഡ്സ് ഉണ്ട്, അതിൽ നിന്ന് 4 എടുക്കണം. So 52C4. So അതിന്റെ ഓപ്ഷൻ 256 by 52C4. അതും സിമ്പിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ക്ലാസിക്കൽ ഡെഫിനിഷൻ വെച്ചിട്ടാ ഫേവറബിൾ ബൈ ടോട്ടൽ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണം ഫേവറബിൾ ഉണ്ടായിരുന്നോ അതേ ബൈ ടോട്ടൽ. എത്ര ഫേവറബിൾ ഉണ്ടായിരുന്നു? സാറ്റർഡേ സൺഡേ, സൺഡേ മൺഡേ, 2 ഫേവറബിലിറ്റീസ്. സോ 2/7, ടോട്ടൽ 7 ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4-1, 4-1, 4-1, 4-1. So 256 by total. Simple. Last question. N persons are seated on N chairs at a round table. The probability that 2 specified persons are sitting next to each other.
ഇത് വളരെ സിമ്പിൾ ആണ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഫേവറബിൾ ബൈ ടോട്ടൽ കണ്ടുപിടിക്കാൻ നോക്കിയാൽ മതി. ശരിയല്ലേ? ഇപ്പൊ നമുക്കറിയാം ഒരു റൗണ്ട് ടേബിളില് n ചെയേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു റൗണ്ട് ടേബിളില് n ചെയേഴ്സ് ഉണ്ടെങ്കിൽ ആ n പേഴ്സൺസിനെ നമുക്ക് ഇരുത്താനുള്ള നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയൽ ആണ്. അതെന്തായാലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഞാൻ പെർമിറ്റേഷനും കോമ്പിനേഷന്റെയും വീഡിയോ ചെയ്തിട്ടില്ല. അതൊരു മാത്തമാറ്റിക്കൽ ടച്ചിൽ വരുന്ന സംഭവമാണ്. അത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കൊള്ളാം. ഇനി അതല്ല ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ n-1 ഫാക്ടോറിയൽ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് എന്ന് പറയുന്നത്. അത് കിട്ടി, ടോട്ടൽ നമ്പർ ഓഫ് ബേസ്. ഇനി അടുത്തടുത്ത് വരാനുള്ള ചാൻസ് ആണല്ലോ ക്വസ്റ്റ്യൻ. ഞാൻ ആ രണ്ട് പേഴ്സൺസിനെ എ ആൻഡ് ബി എന്ന് വിളിച്ചു. ആ രണ്ട് ഇൻഡിവിജ്വൽസിനെ എ ആൻഡ് ബി എന്ന് വിളിച്ചു. അപ്പൊ അവരെ നമുക്ക് ഒന്നായിട്ട് കൂട്ടിയാൽ പോരെ? അവരടുത്തടുത്ത് എന്തായാലും വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം n-1 ആൾക്കാരല്ലേ ഉള്ളൂ. ആ രണ്ടാൾക്കാർ അടുത്തടുത്ത് വരണം. അപ്പൊ എന്തായാലും n-1 ആൾക്കാരെന്ന് കൂട്ടിയാൽ പോരെ? അപ്പൊ എത്രയാണ്? n-2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ഇനി ആ രണ്ട് വ്യക്തികളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാലോ. എ ഒന്നാമത്തെ സീറ്റിലും ബി രണ്ടാമത്തെ സീറ്റിലും വേണമെങ്കിൽ തിരിക്കാം. ബി ഒന്നാമത്തെ സീറ്റിലും എ രണ്ടാമത്തെ സീറ്റിലും. അപ്പൊ അവിടെ ഒരു 2 ഫാക്ടോറിയൽ നമ്പർ ഓഫ് വേസ് ഇല്ലേ? സോ പ്രോബബിലിറ്റി എന്തായിരിക്കും വരിക? n-2 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ by n-1 ഫാക്ടോറിയൽ. ദാറ്റ് ഇസ് 2 by n-1. സിമ്പിൾ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വേസ് n-1 ഫാക്ടോറിയൽ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് അവരെ അറേഞ്ച് ചെയ്യുന്ന ഫേവറബിൾ ഔട്ട്കംസ് നോക്കിയാൽ മതി. ഓക്കെ, സോ അതെങ്ങനെയാ കിട്ടിയ? ഫേവറബിൾ ഔട്ട്കംസ് എങ്ങനെയാ കിട്ടിയ? നമുക്ക് n-2 ഫാക്ടോറിയൽ എങ്ങനെയാ വന്നത്? ആ രണ്ടുപേരെ ഒന്നായിട്ട് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടേബിളിന് ചുറ്റും n ആൾക്കാരെന്ന് കൂട്ടണ്ട, n-1 ആൾക്കാരെന്ന് കൂട്ടിയാൽ മതി. അപ്പൊ പിന്നെ അവിടെ ഫേവറബിൾ ആയിട്ടുള്ള വേസ് എന്ന് പറയുന്നത് n-2 ഫാക്ടോറിയൽ ആയി. പിന്നെ ആ രണ്ടുപേരെ ഇന്റർചേഞ്ച് ചെയ്ത് നിർത്തുന്ന ഒരു പോസിബിലിറ്റിയും കൂടെ വരും. അപ്പൊ 2 ഫാക്ടോറിയൽ. സോ 2 by n-1. സോ ഓപ്ഷൻ ബി. ആ 0 അറിയാതെ വന്നതാണ്. 2 by n-1 ആണ് ആൻസർ, ഓപ്ഷൻ ബി. അപ്പോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ +1 +2 ലെവല് പഠിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വളരെ ബേസിക് ആയിട്ട് തുടങ്ങിയോണ്ടാണ് ഞാൻ ഈ പ്രോബ്ലംസ് എടുത്തത്. ഇനി വരുന്ന വീഡിയോസിൽ കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.